പഞ്ചാബ് ഇപ്പോൾ ബി.ജെ.പിക്കായിട്ടുള്ള മണ്ണായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് മന്നെ ഗുരുദ്രോഹിയായിട്ടൊക്കെ പ്രഖ്യാപിക്കുന്ന രീതിയൊക്കെ നമ്മൾ കണ്ടു. എന്താണ് അതിന്റെ വിശദാംശം? പഞ്ചാബ് അങ്ങനെ മാറുന്നുണ്ടോ? അതെ, പഞ്ചാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തികച്ചും ഒരു ഭക്തിയുടെ കൂടി അടിസ്ഥാനത്തിലുള്ള ഒരു പ്രദേശം കൂടിയാണ്. അതായത് കൃത്യമായ വിശ്വാസം, രാജ്യസ്നേഹം, കൃഷി, സംസ്കാരം ഇതുമായിട്ടെല്ലാം ബന്ധപ്പെട്ട് കിടക്കുന്ന വളരെ ആഴമുള്ള ഒരു മേഖലയാണ്, ഒരു സ്ഥലമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതങ്ങനെ നിലനിൽക്കുമ്പോൾ തന്നെയാണ് ഇവിടുത്തെ മുഖ്യമന്ത്രിയായിട്ടുള്ള ഭഗവത് മാൻ ഏറെ മതവിരുദ്ധമായിട്ടുള്ള, വിശ്വാസവിരുദ്ധമായിട്ടുള്ള നിലപാടുകളുമായിട്ട് വരുന്നത്. ഈ ഭഗവത് മാൻ എന്ന് പറയുന്നത് AAPയുടെ മുഖ്യമന്ത്രിയാണ്, അറിയാമല്ലോ. അപ്പോൾ AAPയുടെ മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് അവിടെ പ്രവർത്തിക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ പ്രധാനമായിട്ടും അവർ പ്രതീക്ഷിക്കും, ജനങ്ങൾ പ്രതീക്ഷിക്കും. അതിലൊന്ന് എന്ന് പറയുന്നത് അവിടുത്തെ സംസ്കാരത്തോടും മതത്തോടുമൊക്കെയുള്ള ബഹുമാനം. രണ്ട്, അഴിമതിരഹിതമായ സർക്കാർ. ഇതിൽ രണ്ടിലും ഭഗവത് മാൻ വൻ പരാജയമാണ് എന്നുള്ളതാണ്. ആ നാട് നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളെ പരിഹരിക്കാനോ അത് അഡ്രസ്സ് ചെയ്യാനോ അതിലെന്തെങ്കിലും മാറ്റം വരുത്താനോ ഈ ഭഗവത് മാനിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇവിടെ ആരോപിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞാൽ അകാൽ തഖ്ത് എന്ന് പറയുന്ന ഇവിടുത്തെ മതപരമായ പരമോന്നത സംഘടനാ സമിതി, ആ സമിതി പറയുകയാണ്, അതായത് സിഖ് ഗുരു നാനക്കിൻ്റെ അനുയായികളായിട്ടുള്ള ആൾക്കാരുടെ ഒരു പരമോന്നത സമിതി എന്ന് പറയാം അതിനെ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സമിതി പറയുകയാണ് ഈ പറയുന്ന ഭഗവത് മാൻ ഗുരുദ്രോഹിയാണ്. എന്തുകൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളെ മദ്യപിച്ച് ലക്ക് കെട്ടിട്ട് മദ്യക്കുപ്പി തുറന്ന് ഗുരുവിൻ്റെ ചിത്രത്തിന് മുകളിലേക്ക് ഈ പറയുന്ന പോലെ എന്ത് ചെയ്യുന്നു, മദ്യം ഒഴിക്കുകയാണ് ചെയ്യുന്നത്. മദ്യം ഒഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സിഖ് സമുദായത്തിനകത്ത് പ്രധാനപ്പെട്ട ചില നിർദ്ദേശങ്ങളുണ്ട്. ആ നിർദ്ദേശങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുകയാണെങ്കിൽ ലഹരിയൊന്നും ഉപയോഗിക്കാൻ കഴിയില്ല, മദ്യപിക്കാൻ പാടില്ല, ഇത്തരത്തിലുള്ള ഡ്രഗ്സോ മയക്കുമരുന്നോ ഉപയോഗിക്കാൻ പാടില്ല, വളരെ കണിശമാർന്ന ശുദ്ധിയോടുകൂടിയുള്ള ഒരു ജീവിതം നിലനിർത്തണം. ഇതൊക്കെയാണ് ഈ പറയുന്ന സിഖ് പരമ്പരയിൽ വരുന്ന ആൾക്കാർ പാലിക്കേണ്ടി വരുന്ന കാര്യം. അതിന് നേരെ വിരുദ്ധമായിട്ടാണ്, ഘടകവിരുദ്ധമായിട്ടുള്ള കാര്യമാണ് ഭഗവത് മാൻ ചെയ്തത് എന്നുള്ളതാണ്. അതുമാത്രവുമല്ല, പഞ്ചാബിൻ്റെ അന്തരീക്ഷം നമുക്കറിയാവുന്നതാണ്. പഞ്ചാബ് എന്ന് പറയുന്ന സംസ്ഥാനം ലഹരിയുടെ പിടിയിലാണ്. ലഹരി എന്ന് പറഞ്ഞാൽ വൻതോതിൽ മയക്കുമരുന്ന്, ഈ മയക്കുമരുന്നൊക്കെ ഉപയോഗിച്ച് കഴിയുമ്പോൾ അവിടുത്തെ ആൾക്കാരുടെ മാനസികാവസ്ഥ മാറുന്നു, അവരുടെ ചിന്താരീതി മാറുന്നു, സംസ്കാരം മാറുന്നു, എല്ലാം മാറുന്നു. പണം നല്ല പോലെയുണ്ട്, കാരണം കൃഷിയും വരുമാനവും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ പഞ്ചാബിലെ കർഷകരൊക്കെ നല്ല സമ്പന്നരാണ്. അത് മാത്രവുമല്ല, അവിടുത്തെ വലിയൊരു വിഭാഗം യുവാക്കൾ ലഹരിക്ക് അടിമകളായി മാറുന്നു എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. മദ്യത്തിൻ്റെ ഒഴുക്ക്, സുലഭമായ മദ്യമാണ് പഞ്ചാബിൽ കിട്ടുന്നത്. മറ്റൊന്ന് എന്ന് പറയുന്നത് ഈ ലഹരിയുടെ ലഭ്യതയാണ്. നമ്മൾ ഈ പറയുന്ന അതിവീര്യം കൂടിയ ഈ ഡ്രഗ്സ് ഉപയോഗിച്ച് വഴിയിലേക്ക് കിടക്കുന്ന ആൾക്കാരെ കണ്ടിട്ടില്ലേ? അതൊക്കെ നമ്മൾ വിദേശത്താണ് കണ്ടിട്ടുള്ളത്, അല്ലേ? പക്ഷേ പഞ്ചാബിൽ പോയി കഴിഞ്ഞാൽ ഇന്ത്യയിലും അത് കാണാൻ കഴിയുമെന്നുള്ളതാണ്. അങ്ങനെ ലഹരിക്ക് അടിമപ്പെട്ട, ലഹരിയുടെ പിടിയിലായ ഒരു നാടിനെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവത് മാൻ വന്നത്. വന്നതിന് ശേഷമോ വന്നിട്ടും പ്രത്യേകിച്ച് പദ്ധതിയോ നടപ്പിലാക്കലോ ഒന്നുമില്ല. അവിടെ വൻതോതിൽ ഇതിൻ്റെ വ്യാപനം നടന്നുകൊണ്ടിരിക്കുന്നു. ഈ പറയുന്ന മയക്കുമരുന്ന് മാഫിയയ്ക്ക് ഇയാൾ പിടികൊടുത്ത അവസ്ഥ, ഇല്ലെങ്കിൽ അവരുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ഒരു മുഖ്യമന്ത്രിയായിട്ട് മാറുന്നതൊക്കെയാണ് കണ്ടത്. ഇതോടുകൂടിയാണ് അവർ വലിയ വിമർശനത്തോടു കൂടിയത്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിഖുകാർ വളരെ ദേശഭക്തരാണ്. ഇന്ത്യയുടെ ആകെ പോപ്പുലേഷൻ്റെ 2% ഇവരുള്ളത് എന്ന് പറയുന്നത്. ആ 2% ഉള്ളുവെങ്കിലും നമ്മുടെ ആകെ സൈന്യത്തിൻ്റെ 10% സിഖുകാരാണ്. എന്ന് പറഞ്ഞാൽ അവരുടെ എല്ലാ കുടുംബങ്ങളിൽ നിന്നും മിനിമം 2 പേരെങ്കിലും സൈന്യത്തിലുണ്ടാകും എന്നുള്ളതാണ്. സൈനികരായിരിക്കാൻ, രാജ്യസേവനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ഇറങ്ങി പുറപ്പെടുന്നത്. ഗുരുനാനക് ദേവന് ശേഷം വന്ന 10 ഗുരുക്കന്മാരുണ്ട്. അതിലേറ്റവും അവസാനത്തെ ഗുരുവിനെ അവർ കാണുന്നത് എങ്ങനെയാണെന്ന് അറിയുമോ? ഗുരു ഗ്രന്ഥ സാഹിബ് എന്നാണ് വിളിക്കുന്നതിന്. അതൊരു ഗ്രന്ഥമാണ്, നമ്മുടെ ഭഗവത്ഗീതയൊക്കെ പോലെ മഹത്തായ കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുള്ള ഒരു ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥത്തിനെയാണ് ഗുരുവായിട്ട് കണക്കാക്കുന്നത് എന്നുള്ളതാണ്. 10 ഗുരുക്കന്മാരും കഴിഞ്ഞ ഗുരുവിനെ, അവസാന ഗുരുവിനെ ഗ്രന്ഥമായിട്ട് ആരാധിക്കുകയും അത്രയേറെ വിശുദ്ധമായി കണക്കാക്കുകയും നമ്മൾ ഗുരുദ്വാരയിൽ പോയി കഴിഞ്ഞാൽ കാണുന്നത് ആ ഗുരു ഗ്രന്ഥ സാഹിബിനെയാണ് അവർ പൂജിക്കുന്നത്, അതിനെയാണ് വെഞ്ചാമരം വീശുന്നത്, അതിലെ കീർത്തനങ്ങളും ശ്ലോകങ്ങളും ഒക്കെയാണ് അവർ പറയുന്നത് എന്നുള്ളതാണ്. അതിലെല്ലാ മതങ്ങളുടെയും ഗുണങ്ങൾ അന്തർലീനമായിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ എല്ലാ മതങ്ങളുടെയും എസൻഷ്യലായ ക്വാളിറ്റികളെല്ലാം ചേർത്തുണ്ടാക്കിയിരിക്കുന്ന ഒരു മഹത്തായ സംവിധാനം, വിശ്വാസം, ഇതിനെ അപമാനിക്കുകയാണ് ഗുരുവിൻ്റെ ചിത്രത്തിന് മുകളിൽ മദ്യം ഒഴിച്ചുകൊണ്ട് ഭഗവത് മാൻ ചെയ്തത് എന്നുള്ളതാണ്. ഇയാൾക്ക് സിഖ് പരമ്പരയുമായിട്ടോ സിഖ് സംവിധാനങ്ങളുമായിട്ടോ യാതൊരു ബന്ധവുമില്ല എന്ന് പറയുന്നു. ഇത് നമ്മളവിടെ ഈ മുഖ്യമന്ത്രിക്കെതിരായി ഇങ്ങനെ ഒരു വിമർശനം, മദ്യവെച്ച് ലക്ക് കെട്ട് നിയമസഭയിൽ വന്നത് വലിയ വിവാദമായിരുന്നു. ആ സമയത്ത് അതിൻ്റെ വീഡിയോ ഒക്കെ പുറത്തു വന്നിരുന്നു. ഈ 2 വീഡിയോകളും AI വീഡിയോ അല്ല, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വെച്ച് ഉണ്ടാക്കിയ വീഡിയോകളല്ല എന്നുള്ളത് പിന്നീട് തെളിഞ്ഞിരുന്നു. പക്ഷേ അത് മാത്രവുമല്ല, ഇതിനകത്ത് പറയുന്ന പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്
ഭഗവത് മന്നെതിരായിട്ട് പറഞ്ഞിരിക്കുന്ന AAPക്കെതിരായിട്ട് അവിടെ ഭരണവിരുദ്ധ വികാരമുണ്ട്. അത് മാത്രവുമല്ല, ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അവിടെയുള്ള ഭീകരരായിട്ടുള്ള ആൾക്കാരുണ്ട്, ഈ പറയുന്ന ഖലിസ്ഥാൻവാദികളായിട്ടുള്ള ആൾക്കാർ, അതുപോലെ ആൻറ്റി ഇന്ത്യ പ്രൊപ്പഗൻഡയൊക്കെ ഉയർത്തുന്ന ആൾക്കാർ. ഇവരിൽ നിന്നെല്ലാം സിഖ് സമൂഹം അകലം പാലിക്കണമെന്നുകൂടി അകാൽ തഖ്ത് പറയുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അകാൽ തഖ്തിൻ്റെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം എന്ന് പറയുന്നത് സമാധാനമായിട്ട് മതത്തെ അനുസരിച്ച് ജീവിക്കാൻ കഴിയുന്ന ഒരു സംവിധാനം ഒരുങ്ങണമെന്നാണ്. അപ്പോൾ തീവ്രവാദികളെ തള്ളിക്കളയുന്നു, അതോടൊപ്പം തന്നെ AAP പോലുള്ള സംവിധാനങ്ങളെ തള്ളിക്കളയുന്നു, ഭഗവത് മന്നെ പോലുള്ള ആൾക്കാരെയും ഇവർ തള്ളിക്കളയാണ്. അപ്പോൾ ഈ അതിൽ ചോദിച്ച ചോദ്യം പ്രസക്തമായിട്ട് നിൽക്കുകയാണ്. BJPക്ക് വേണ്ടിയിട്ടുള്ള ഒരു മണ്ണൊരുക്കമാണ് അവിടെ നടക്കുന്നത്. അതെ, മണ്ണൊരുങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. 2027 ഒരു അതെ, ഇലക്ഷൻ ഉടനെ ഇലക്ഷൻ വരികയാണ്. 6-7 മാസത്തിനുള്ളിൽ, 8 മാസത്തിനുള്ളിൽ പഞ്ചാബ് തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. അങ്ങനെ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോഴത്തേക്കും അവിടെ BJPക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സാഹചര്യവും ഒരുങ്ങുന്നു എന്നുള്ളതാണ് ഈ വാർത്തയിൽ നിന്ന് വരുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ BJPക്ക് ഇപ്പോൾ വളരെ ശക്തമായ ഒരു നേതൃത്വം പഞ്ചാബിലുണ്ട്. ആ പഞ്ചാബിലെ നേതൃത്വം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള വളരെ ഗുരുതരമായിട്ട് ഈ ഉള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ സർക്കാരിനെതിരായിട്ട് ശക്തമായ വിമർശനം അവർ ഉന്നയിക്കാറുണ്ട്. അതുമാത്രവുമല്ല, പുതിയ യുവാക്കളായിട്ടുള്ള ആൾക്കാർ, യുവജനങ്ങളാകെ തന്നെ BJPക്കൊപ്പം അവിടെ നിൽക്കുന്നു. നമ്മൾ ഈ പറഞ്ഞില്ലേ ഈ പറയുന്ന ജെൻസി വിപ്ലവമൊക്കെ വരുന്നു. ഈ ജെൻസി വിപ്ലവം വന്നിരിക്കുന്നത് ശരിക്കും BJPക്കുള്ളിലാണ്. BJPക്കകത്ത് യുവാക്കളുടെ വലിയ നിര അതിൻ്റെ നേതൃത്വത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. നിതിൻ നബീൻ എന്ന് പറയുന്ന നമ്മുടെ ദേശീയ അധ്യക്ഷൻ, BJPയുടെ ദേശീയ അധ്യക്ഷൻ എന്ന് പറഞ്ഞാൽ വളരെ പ്രായം കുറഞ്ഞ ആളാണ്. 50 വയസ്സ് താഴെ ഉള്ളൂ എന്നാണ് എൻ്റെ അറിവ്. അത്രയേറെ പ്രായം കുറഞ്ഞ ഒരാൾ ദേശീയ അധ്യക്ഷനായിരിക്കുകയാണ്. അതുമാത്രവുമല്ല, പഞ്ചാബിൻ്റെ അടക്കമുള്ള മേഖലകളിൽ വൻ സ്വാധീനമാണ് ഇപ്പോൾ BJPക്ക് ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായും നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ CJP രൂപപ്പെടുന്നു. CJPയുടെ ഒരു രൂപപ്പെടുന്നതിൻ്റെ തന്നെ പ്രധാന ആളുകളൊക്കെ AAPയുടെ ആം ആദ്മിയുടെ പാർട്ടായിരുന്നു. ആം ആദ്മിയുടെ നേരത്തെ വലിയ സ്ഥാനങ്ങളൊക്കെ വഹിച്ചുകൊണ്ടിരുന്ന ആളുകളാണ്. അപ്പോൾ തന്നെ ഈ CJPയുടെ സമരം എങ്ങനെയാണോ രാജ്യതലസ്ഥാനത്ത് നടക്കുന്നത്, അപ്പോൾ ഇതാ പഞ്ചാബിൽ AAPക്കെതിരെ അവിടുത്തെ വിദ്യാർത്ഥികൾ തെരുവിലേക്ക് ഇറങ്ങുന്നത് നമ്മൾ കണ്ടിരുന്നു. അവിടുത്തെ വിദ്യാഭ്യാസ മന്ത്രിയോട് നിങ്ങൾ ഇവിടുന്ന് പോകണം, ഞങ്ങൾക്ക് ജോലിയില്ല, ഞങ്ങളുടെ വിദ്യാഭ്യാസം നല്ലതല്ല, മികച്ചതല്ല എന്ന് അവർ പറയുന്നത്, അവർ തെരുവിലേക്ക് ഇറങ്ങുന്നതും നമ്മൾ കണ്ടിരുന്നു. അതെ, അത് തന്നെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. AAP കൊണ്ടുവരുന്ന പദ്ധതികൾക്ക് പോലും അവിടെ പിന്തുണയില്ല. AAPയുടെ സമരത്തിന് പോലും ആളില്ല എന്നൊരു അവസ്ഥയാണ്. അവസാനത്തെ AAP സർക്കാരായിരിക്കും പഞ്ചാബിൽ. ഡൽഹിയിൽ കഴിഞ്ഞു, AAPയുടെ കട പൂട്ടി. ഇനി പഞ്ചാബിൽ കൂടെയാണ്. അതും കൂടി പൂട്ടാനായിട്ട് വലിയ പ്രയാസമൊന്നുമില്ല. അധികം വൈകാതെ തന്നെ അതും അവസാനിക്കും. ഇതുകൂടി അവസാനിക്കുന്നതോടുകൂടി AAP എന്ന് പറയുന്ന പാർട്ടി ഇന്ത്യയിൽ വേറെ ഒരിടത്തും ഇല്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തും. അതുമാത്രവുമല്ല, അവിടെ BJPക്ക് ഉണ്ടാകുന്ന മുന്നേറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി BJP ഭരിക്കാൻ പോകുന്ന അവിടെ ഒറ്റയ്ക്കാണ്. 117 സീറ്റാണ് പഞ്ചാബിലുള്ളത്. ആ പഞ്ചാബിലെ 117 സീറ്റിനും സഖ്യമില്ലാതെ ഇപ്പോൾ സാധാരണ അകാലിദളോ അങ്ങനെ ഏതെങ്കിലും ഒരു പാർട്ടി ഉണ്ടാവും. അതിൻ്റെ ഒന്നും പിൻബലമില്ലാതെ BJP ഭരിക്കാൻ പോകും. കാരണം പഞ്ചാബികൾ സൈന്യത്തിലുള്ളവരാണ്. അവർക്ക് കൃത്യമായിട്ട് അറിയാം സൈന്യത്തിനകത്ത് എന്താ നടക്കുന്നതെന്ന്. നല്ല യൂണിഫോം വരുന്നു, നല്ല തോക്കുകൾ വരുന്നു, അവർക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി വരുന്നു, കൃത്യമായി ആക്ഷൻ എടുക്കാൻ കഴിയുന്നു, രാജ്യത്തെ സംരക്ഷിക്കാൻ കഴിയുന്നു, രാജ്യത്തിൻ്റെ വികാസം വരുന്നു. ഇങ്ങനെ വരുമ്പോൾ അവർ നേരിട്ട് കാണുകയാണ്, വേറെ ആരും പറയേണ്ട ആവശ്യമില്ല. അങ്ങനെ വരുന്ന സിഖുകാർക്ക്, യഥാർത്ഥ ഇന്ത്യയോട് സ്നേഹമുള്ള രാജ്യസ്നേഹികളായിട്ടുള്ള ആൾക്കാർക്ക് BJPയോടൊപ്പം അല്ലാതെ നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് ആ മണ്ണൊരുങ്ങി കഴിഞ്ഞു. സർദാർ അനുകൂലമാവുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നും കൂടെ നമ്മൾ ഒന്നുകൂടെ എടുത്തു പറയേണ്ടി. അതെ, ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഴിമതി രഹിതമായിട്ടുള്ള ഒരു സർക്കാരിൻ്റെ ആവശ്യം. രണ്ടാമത്തത് എന്ന് പറയുന്നത് അവിടെ യുവാക്കളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക, കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളത്. കർഷകരുടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അവർ ഈ പ്രക്ഷോഭമൊക്കെ നടത്തിയില്ലേ, എന്നിട്ടും AAP സർക്കാർ വന്നിട്ട് പരിഹരിച്ചു? ഒരു പരിഹാരവും ഉണ്ടായില്ല എന്ന് മാത്രവുമല്ല, വളമടക്കമുള്ള കാര്യങ്ങളിൽ ഉണ്ടായിട്ടുള്ള വില വർധനവ് സംസ്ഥാന സർക്കാരിന് നേരിടാനും കഴിഞ്ഞില്ല. കരിഞ്ചന്ത പോലും, പൂഴ്ത്തിവയ്പ് പോലും അതിനെ തടയാൻ പോലും അവിടുത്തെ സർക്കാരിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. നാട്ടുകാരിറങ്ങി റെയ്ഡ് ചെയ്തിട്ടുണ്ട് പല വളം ഡിപ്പോകളും പൂഴ്ത്തിവയ്പ്പുകളും ഈ പറയുന്ന അനധികൃതമായിട്ടുള്ള കച്ചവടങ്ങൾ പോലും. അപ്പോൾ അതൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അതൊക്കെ ചെയ്യുമെന്നുള്ള പ്രതീക്ഷ. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ തൊഴിൽ ലഭ്യമാക്കുക യുവാക്കൾക്ക്. മൂന്നാമത്തെ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ശരിയായ രീതിയിൽ, അതായത് ഒരു സർക്കാർ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് തോന്നലുണ്ടാക്കും. ഇനി അവർ ആവശ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയാമോ? ഇവിടുത്തെ പഞ്ചാബികൾ ഒരു യോഗി ഇവിടെ വരണമെന്നാണ്. തലപ്പാവ് കെട്ടിയ ഒരു യോഗി പഞ്ചാബിൽ വേണം. ഒരു സർദാർ യോഗി പഞ്ചാബിൽ വരണം. ഇല്ലാതെ ഇവിടുത്തെ മയക്കുമരുന്ന് മാഫിയെ നിലയ്ക്ക് നിർത്താനാവില്ല, ഇവിടുത്തെ ഗുണ്ടാരാജിനെ നിലയ്ക്ക് നിർത്താനാവില്ല. അതിന് ഞങ്ങൾക്ക് വേണ്ടത് ഒരു സർദാർ യോഗിയെയാണ് എന്നാണ്.
അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് പഞ്ചാബിലെ ജനത കാത്തിരിക്കുന്നത്. ഒരു സർദാർ യോഗി വരണം പഞ്ചാബിൽ. അങ്ങനെ വന്നാൽ മാത്രമേ ഇവിടുത്തെ അനീതി ഇല്ലാതാവൂ, ഡ്രഗ്സ് ഇല്ലാതാവൂ, പീഡനം, സ്ത്രീ പീഡനം, ബലാത്സംഗം, ഈ പറയുന്ന ഗുണ്ടായിസം, പൂഴ്ത്തിവെപ്പുകൾ, കരിഞ്ചന്ത, ഇതെല്ലാം ഇല്ലാതാവണം. തൊഴിൽ വരണം ഇവിടെ. യു പിയിൽ എന്തൊക്കെയാണ് ബിസിനസ്സുകൾ വരുന്നത്? നമ്മുടെ ഇവിടുത്തെ ലുലു പോലും അവിടെ പോയി തുടങ്ങി. അത്രയേറെ ബിസിനസ്സുകൾ, അന്താരാഷ്ട്ര ബിസിനസ് ഹബ്ബായിട്ട് യു പി മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മാറുന്ന യു പിക്ക് സമാനമായിട്ട് ഞങ്ങൾക്കിവിടെ കൃഷിയുണ്ട്, ഞങ്ങൾക്ക് അധ്വാനിക്കാൻ ശേഷിയുള്ള ആൾക്കാരുണ്ട്, എന്നിട്ടും ഞങ്ങൾ എന്തേ ഈ AAPയുടെ ഭരണത്തിൽ ഇങ്ങനെ നശിച്ചു പോകുന്നു എന്നുള്ള ചോദ്യം അവർ ഉയർത്തുകയാണ്. അതുകൊണ്ടാണ് പറയുന്നത് ഒരു സർദാർ യോഗി ഇവിടെ വരണം. സർദാർ യോഗിയുടെ ഭരണം വേണം പഞ്ചാബിൽ. ഞങ്ങൾക്ക് BJP ഭരിക്കണം, എങ്കിലേ ഞങ്ങൾക്ക് നടു ഉയർത്തി നിൽക്കാൻ കഴിയുള്ളൂ. ഞങ്ങൾ സർദാർമാരാണ്, ഞങ്ങൾക്ക് ശിരസ് ഉയർത്തി തന്നെ നിൽക്കണം, ഞങ്ങൾക്ക് അഭിമാനത്തോടു കൂടി നിൽക്കണം, ഞങ്ങൾക്ക് ഈ നാടിന് വേണ്ടി പോരാടണം. അതിനുള്ള ഏക മാർഗമാണ് ഈ BJP വരിക, അത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞത് പഞ്ചാബിൻ്റെ മണ്ണ് ആ സർദാർ യോഗിക്കായിട്ട് ഒരുങ്ങിക്കഴിഞ്ഞു എന്നുള്ളത്. പ്രിയമുള്ളവരെ, നമ്മുടെ ചാനൽ ഒരുപാട് പേർ കാണുന്നുണ്ട്. കാണുന്നവരോടെല്ലാം നമുക്ക് വലിയ സ്നേഹവുമുണ്ട്. അവരൊക്കെ നമ്മുടെ ചാനലിനെ കുറിച്ച് ഒരുപാട് പേരോട് പറയുന്നുമുണ്ട്. പക്ഷേ ഒരു കാര്യം, നമ്മൾ കാണുന്നവരുടെ എണ്ണം അനുസരിച്ച് ചാനലിൻ്റെ സബ്സ്ക്രിപ്ഷൻ കൂടുന്നില്ല. എന്താ കാര്യം എന്നറിയാമോ? നമ്മൾ കണ്ടിട്ട് അങ്ങ് പെട്ടെന്ന് തിരിച്ചു പോവുക. പക്ഷേ കണ്ടതിന് ശേഷം ഒരു നിമിഷം നിൽക്കുക. നമ്മുടെ ചാനലിൻ്റെ IND എന്ന് പറയുന്ന ലോഗോ ഇല്ലേ, അവിടെ ഒന്ന് വിരലമർത്തിയാൽ ചാനലിൻ്റെ ഫീഡ് തുറന്നു വരും. അവിടെ സബ്സ്ക്രൈബ് എന്നൊരു നീല നിറത്തിലുള്ള ബാറുണ്ട്, അവിടെ ജസ്റ്റ് ഒന്ന് തൊടുക. തൊട്ടടുത്തൊരു മണിയുടെ ചിത്രമുണ്ട്, ബെല്ലൈക്കൺ, അവിടെയും ഒന്ന് തൊട്ടാൽ നിങ്ങൾക്ക് നമ്മുടെ എല്ലാ വീഡിയോകളും കാണാനുള്ള നോട്ടിഫിക്കേഷൻ കിട്ടും. മാത്രമല്ല ചാനലിൻ്റെ ഒരു സബ്സ്ക്രൈബറായി മാറുകയും ചെയ്യും. അത് ഞങ്ങൾക്ക് വലിയ സഹായമായിരിക്കും. ഉറപ്പായിട്ടും അത് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ചെയ്യണേ.